കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മഹാരാജാവ് ദശരഥൻ ഈ പുത്രദുഃഖത്തിൻ്റെ ആ ഒരു ക്ലേശത്തിൽ മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയത് എന്തായി അറിഞ്ഞില്ല. ഇവരാരും അറിഞ്ഞില്ല. അവർ വിചാരിച്ചത് രാജാവ് എന്തായിട്ട് തീർന്നു, ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ അങ്ങടെ ഉറക്കക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ് എന്നാണ് മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ ആരും അറിയാതെ എന്ത് കഴിഞ്ഞുപോയി. അഥ രാത്രിയാം വ്യതീതായാം, രാത്രി വെളിച്ചായി എന്നർത്ഥം. നേരം വെളിച്ചായപ്പം നമുക്ക് പ്രാതരേവ അപരേഹനി, തൊട്ടടുത്ത് പിറ്റേന്നാൾ വെളിച്ചാകുമ്പോഴത്തെ രാവിലെയായ സമയത്ത് വന്ദിന പര്യുപാതിഷ്ഠം. നോക്കൂ, രാജാക്കന്മാരെ ഉണർത്തണ വന്ദികൾ പറഞ്ഞ് ഓർമ്മയുണ്ടോ? മുമ്പ് ദിവസം പറഞ്ഞു നമ്മൾ. വന്ദികളെ വൈതാളികന്മാര്, സ്തുതിപാഠകന്മാര് രാജാവിനെയും ഉണർത്തും, മുഖ്യമായ വർത്തമാനമൊക്കെ പറഞ്ഞ് ഉണർത്തും. അപ്പം ആ വന്ദികൾ എന്ന് പറഞ്ഞ കൂട്ടര് വന്നിട്ട് പര്യുപാതിഷ്ഠം തൽ പാർത്ഥിവ നിവേശനം, രാജാവിൻ്റെ മുറി കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് രാജാവിനെ പാടി ഈ കീർത്തനങ്ങളൊക്കെ പാടിയിട്ട് ഉണർത്താനായിട്ട് പുറപ്പെട്ടു. ഉണർത്താൻ പോയപ്പോൾ സൂതന്മാരെ വന്നിട്ട് അവർ ഗേമായിട്ട് നന്നായിട്ട് പാടിയിട്ടൊക്കെ പുറപ്പെട്ടു. പക്ഷെ ഇവർ പാടിയിട്ടൊന്നും പുറപ്പെട്ടിട്ടൊന്നും എന്തുണ്ടായില്ല. അപ്പോഴേക്ക് ഈ രാജാവിന് വിളിച്ചാവുമ്പോൾ കുളിക്കാൻ ചന്ദന വെള്ളം ഇതൊക്കെ എടുത്ത് വെക്കുക, അങ്ങനെയൊക്കെ ഒരുക്കി വെക്കുക. രക്തം ചന്ദനം പൂശിയിട്ടുള്ള വെള്ളം, അതുപോലെ വിശേഷമായ പദാർത്ഥങ്ങൾ ഇതൊക്കെ തയ്യാറാക്കിയിട്ട് ആളുകൾ അങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് രാജാവിൻ്റെ പാർഷദന്മാർ, അതായത് കിങ്കരന്മാരായ പണിക്കാരൊക്കെ. അപ്പോഴേക്കും എന്താ ഉണ്ടായത്, ഇവർ ഈ രാജാവ് മരിച്ചു പോയതൊന്നും രാജാവ് എഴുന്നേൽക്കണമില്ല, അനങ്ങണമില്ല, ഒന്നുമില്ല. സാധാരണ അങ്ങനെയായാലും ഉറങ്ങണ സമയത്ത് ഇതൊക്കെ കേട്ട രാജാവ് എഴുന്നേറ്റ് മതി കഴിഞ്ഞവണ് ഈ കൈകൈയുടെ ദുരിതമുണ്ടായ സമയത്ത് രാവിലെ വന്ന് ഇവരെ സ്തുതിച്ച് നമസ്കരിച്ചപ്പോൾ എന്താ പറഞ്ഞത്, മതി നിർത്തു, കുത്തി നോവിക്കരുതെന്നൊക്കെ പറഞ്ഞില്ലേ. ഇതൊന്നും ഉണ്ടായില്ല, അനക്കം തന്നെ കണക്കാണില്ല. ഇവിടെ വെണ്ടച്ച പറയുകയാണെങ്കിൽ രാജാവിൻ്റെ സമീപത്ത് ദൂരേന്ന് സ്തുതിച്ചിട്ട് രാജാവ് എഴുന്നേൽക്കാണ്ട വന്നപ്പം ഇവർ ചിലർ അടുത്ത് ചെന്ന് നിന്ന് സ്തുതിച്ചു നോക്കി. അപ്പോൾ എഴുന്നേൽക്കുന്നില്ലേ. അപ്പോഴേക്കും അവർക്കൊരു ശങ്കയായി. ഈ രാജാവിൻ്റെ എത്തത് ആ ശങ്കിതം പാപം തസ്യ ജിജ്ഞേ വിനിശ്ചയ, എന്താണെന്നൊരു സംശയം തോന്നിയിട്ടിരിക്കുമ്പോൾ കൗസല്യ ച സുമിത്ര ച പുത്രശോകപരാജിതേ പ്രസുപ്തേ പ്രബുദ്ധേതേ യഥാ കാലസമന്വിതേ. അത് നമ്മൾ പറഞ്ഞ തന്നെ. എന്താ കാരണം എന്നറിയോ? കൗസല്യയും സുമിത്രയും പുത്രശോകത്തിൽ അങ്ങോട്ട് പെട്ടിട്ട് വിഷമം കാരണം എന്താ ഉണ്ടായെന്നറിയോ? പ്രസുപ്തേ എന്ന പ്രബുദ്ധേതേ, ഉറങ്ങിപ്പോയ കൂട്ടര് ഉണർന്നില്ല. എന്താ കാരണം? നേരം കാലമൊക്കെ തെറ്റി. നമുക്ക് ഈ വിഷമൊന്നും വന്നാൽ വിചാരിച്ച മാതിരി കൃത്യ സമയമൊക്കെ തെറ്റും. നേരം കാലം തെറ്റി. യഥാ കാലസമന്വിതേ. രാജാവാണെങ്കിൽ എങ്ങനെയാണെന്നറിയോ? നിഷ്പ്രഭ നോക്കുവെച്ചാൽ വിവർണ ച സന്നാ ശോകേന സന്നദ്ധ. കൗസല്യ എങ്ങനെയുണ്ടായെന്നറിയോ? മുഖമൊക്കെ കണ്ടാൽ നിഷ്പ്രഭ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ ഒരു രക്തപ്രസാദം പോയിട്ടേ വെളറിയിട്ടാ മുഖം. കൗസല്യൊന്നും അങ്ങനെയൊന്നും അല്ല. പക്ഷെ വെളറിയ മുഖമായിട്ട് ഒന്നും അങ്ങോട്ട് കണ്ടാൽ മനസ്സിലാവില്ല. അവരെന്തുണ്ടായെന്നറിയോ? രാജാവിനെ കുറിച്ച് അവർ ചിന്തിച്ചത് നോക്കൂ, സുപ്തമേവ ഉദ്ഗത പ്രാണം അന്തഃപുരം. ഈ രാജാവ് ഉറങ്ങിയതാണെന്ന് വിചാരിച്ച അവരൊരു മൂലയിലെ കിടന്നുറങ്ങാണ്ടായത്. ഇവർ ഈ സ്തുതിക്കുമ്പോഴും നമസ്കരിക്കുമ്പോഴൊന്നും രാജാവ് മരിച്ചു എന്നൊന്നും അവർക്ക് സങ്കല്പത്തിലേ ചിന്തയില്ല. ആ ചിന്തയും കൂടി അവരില്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഈ രാജാവിൻ്റെ സ്ഥിതിയും രാജ്ഞിമാർ പാവം അവിടെ എവിടെയോ ഇങ്ങനെ ചെരിഞ്ഞ് കടന്ന് ചുമരുമ്പൽ ചാരി കടന്ന് ഉറങ്ങണേ ആ സ്ഥിതിയും ഒക്കെ കൂടി ഇങ്ങനെ കണ്ടപ്പം എന്തേ ഇപ്പം പറയണ്ടു, അവരുടെ ഈ ഒരു കരുണമായിട്ടാണ് ആർക്ക് തോന്നിയത്. എന്ത് ഈ ഒരു സ്ഥിതി വല്ലാത്തൊരു ജാതി സമ്പ്രദായം തന്നെ ഇത്. അപ്പം അവരെന്താണെണെങ്കിൽ ദശരഥൻ്റെ മരണം ഉണ്ടായി എന്ന ഇവരടുത്തേക്ക് വന്ന് ഇവർ നോക്കിയപ്പം രാജാവ് ഇങ്ങനെ അനങ്ങാണ്ടേ കിടക്കുകയാണ്. അപ്പം ഒന്ന് കുലുക്കി നോക്കിയപ്പോൾ അറിയണില്ല. തൊട്ട് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇത് രാജാവ് പോയിരിക്കണു, മരിച്ചു പോയി ഇരിക്കുകയാണ്. അപ്പം ഈ മരിച്ചു പോയി രാജാവ് എന്ന് കണ്ടപ്പം എന്താ ഇപ്പം പറയണ്ടു. ഇപ്പം ഒരു കൂനമ്പിൽ കുരു എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഇഷ്ടംപോലെ ദുഃഖത്തിന് ഇവിടെ സൗകര്യമുണ്ട്. അങ്ങനെ കലശല കൂട്ടി ദുഃഖിച്ചിരിക്കുമ്പോൾ ആ രാജാവ് മരിച്ചു എന്നുള്ള സങ്കടം കൂടി ഒന്നും പറയണ്ട. അവരെന്തുണ്ടായത്? കരഞ്ഞ് തമഗ്നിമിവ സംശാന്തം. ഈ
രാജാവ് മരിച്ചതും ഈ രാജ്ഞിമാർ വീണ് കിടക്കണതും കൗസല്യ ബാഷ്പപൂർണാക്ഷി വിവിധം ശോകകരിശിത ഉപഗൃഹ്യ ശിരോ. രാജാവ് മരിച്ചു എന്ന് കണ്ടിട്ട് രാജാവിൻ്റെ ശരീരം അടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഉറക്കെ കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അവർക്ക് വേറെ എന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ലല്ലോ. അവർ സങ്കടപ്പെട്ട് വേവലാതിപ്പെട്ടെന്ന്. അപ്പം കൗസല്യ ഉറക്കെ നിലവിളിച്ചിട്ട് പറയുകയും ചെയ്തു, സമാം അനാഥാം വിധവാം. പുത്രൻ പോയി എന്നുള്ള വിഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തും കൂടിയായി വൈധവ്യം എന്ന് പറഞ്ഞ ദുരിതം കൂടിയാണ് വന്നുകൂടിയത്. രാമ കമലപത്രാക്ഷോ ജീവനാശമിതോഗത. എന്തേ പണ്ടായത്? കഷ്ടം, ഒന്നും സഹിക്കാൻ അവർക്ക് പറ്റണില്ല. ഇതാരറിയണു ഈ ദുഃഖം? രാമനുണ്ടോ ഇതറിയണു? സീതയുണ്ടോ ഇതറിയണോ? ലക്ഷ്മണനുണ്ടോ അറിയണോ? ആർക്കും ഇതൊന്നും അറിയാൻ സാധ്യമല്ല. മന്ത്രിമാർ ഈ രാജാവിൻ്റെ ശരീരത്തിൽ കുത്തിമറിഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് പരാക്രമം കാണിക്കണ ഈ രണ്ട് രാജ്ഞിമാരെയും കണ്ടിട്ട് മന്ത്രിമാർക്ക് സഹിച്ചില്ല. ഈ കണ്ടില്ലേ എന്തൊരു കഷ്ടമാണ്. അവരെന്ത് ചെയ്തു? രാജ്ഞിമാരെ രണ്ടുപേരെയും ഈ ശവശരീരത്തിൻ്റെ അടുത്തുനിന്ന് മാറ്റി. അല്ലാതെ ഇതിൻ്റെ കൂടെ വിടാൻ വയ്ക്കുമോ? ഒരു കഥ വേണ്ടേ? ഒരു കഥ കിട്ടാതെ കരയാണ് അവരെന്ത് ചെയ്തു? അവരെ താം തഥ സംപരിഷ്വജ്യ. കഷ്ടം, അവർക്ക് പല സങ്കടങ്ങളാണ് ഈ സമയത്ത് പുറത്തേക്ക് വരുന്നത്. അതാലോചിച്ചിട്ട് ശരീരത്തിൽ ഇങ്ങനെ അമർത്തി പിടിച്ച് കരയണേ അവരെ അവിടുന്ന് മെല്ലെ മാറ്റിയിട്ട് വ്യപനിന്യം സുദുഃഖാർത്താം കൗസല്യം വ്യാവഹാരികാഹ. രാജാവിൻ്റെ വേണ്ടപ്പെട്ടവർ മന്ത്രിമാർ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. എന്ത് ചെയ്യും? രാജാവിൻ്റെ മരണം കഴിഞ്ഞു, പുത്രന്മാരാരും ഇല്ല. അധികാരം എന്ത് ചെയ്യും? രാജ്യത്തിൻ്റെ നിത്യകാര്യങ്ങളൊക്കെ നടത്താൻ എന്താ നിവൃത്തി? ഒരു നിവൃത്തിയില്ല. അപ്പോഴേക്ക് ഭരണം, പുത്രന്മാരാരും ഇല്ല. രാമനില്ല, ലക്ഷ്മണനില്ല. ഭരതൻ ശത്രുഘ്നൻ എവിടെയാണ് ഇരിക്കണത്? കേകയം. കേകയം എവിടെയാണ് കിടക്കണത്? കേകയത്ത് 1-2 ദിവസം കൊണ്ടൊന്നും എത്തുന്ന സ്ഥലമല്ല കേകയം. ഇത്ര ദൂരെ കിടക്കണത്. എന്തു ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അവർ രാജ്യഭാരം വസിഷ്ഠര് ഏറ്റെടുത്തു. എന്താ കാരണം? വസിഷ്ഠര് ക്ഷത്രിയനൊന്നുമല്ല. തൽക്കാലം അദ്ദേഹമാണ് ചാർജ്. കടലാസിലൊപ്പറണ്ടേ, കാര്യങ്ങൾ നടക്കണ്ടേ, നിത്യകാര്യങ്ങൾ നടക്കണമല്ലോ. രാജ്യഭാരം ഏറ്റെടുത്തു. അവരെന്ത്? രാജാവിൻ്റെ ശവശരീരം ക്രിയ ചെയ്യാൻ ആരും കൂടെ ഇല്ലായ, ഇപ്പോൾ മക്കളാരും കൂടെ, അധികാരപ്പെട്ടവരാരും കൂടെ ഇല്ലായ കാരണം അവർ തൈലദ്രോണ്യാം അഥാമാത്യാഹ സംവേശ ജഗദീപതിം. രാജാവിൻ്റെ ശവശരീരം തൈലദ്രോണ്യാം. തൈലദ്രോണി, തൈലം ച എണ്ണ, ദ്രോണി തോണി. എണ്ണത്തോണി എന്ന് നമ്മളതിനെ ഭാഷ പറയുക. എണ്ണത്തോണി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചക്കിലാട്ടിക്കൊണ്ടുവന്ന എണ്ണ നിറച്ച തോണിയൊന്നും അല്ല അത്. അതായത് ഈ ശവം ചീത്തയാവാതെ കണ്ടിരിക്കാൻ ചില വിശേഷദ്രവ്യങ്ങളൊക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ളതായ ഒരു, ഇന്നൊക്കെ ഉണ്ടല്ലോ നമ്മളങ്ങനെ ഉണ്ടല്ലോ ചില ദിക്കിലൊക്കെ ഈ പുതിയ സമ്പ്രദായത്തിൽ കാണിക്കണം. അതേ പ്രകാരത്തിൽ ഈ ശവശരീരം ചീത്തയാവാതെ കണ്ടിരിക്കാൻ അന്നത്തെ കാലത്തെ ചില വിശേഷദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ള പ്രത്യേക ദ്രാവകത്തിൻ്റെ പേരാണ് എന്ത്? തൈലം. ആ തൈലദ്രോണിയിൽ ശവശരീരം സ്ഥാപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തൈലദ്രോണിയിൽ സ്ഥാപിച്ചതിൻ്റെ ശേഷം തൈലദ്രോണ്യാം തു സചിവൈഹി ശായിതം തം നരാധിപം ഹാമൃതോയമിതി ജ്ഞാത്വാ സ്ത്രീയസ്താ പര്യവാരയൻ. അപ്പോഴേക്ക് ഇവരെ ഈ തൈലദ്രോണിയിലേക്ക് നമ്മളിപ്പം ദൂരെ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഈ ശവശരീരത്തിന് ബന്ധപ്പെട്ടവർ വരണമെന്ന് കണ്ടാൽ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യില്ലേ? ഈ ഡോക്ടർമാർ അവിടെ ആശുപത്രിയിൽ നിന്നൊക്കെ വേണ്ട മാതിരി ചെയ്ത് അത് പ്രത്യേക സംവിധാനത്തിൽ സൂക്ഷിച്ചു വയ്ക്കും. എന്നാലും ഇത്ര ദിവസം കേടുകൂടാണ്ട് സൂക്ഷിക്കണ വിദ്യ ഇന്നും നമ്മുടെ ഇടയിൽ കഷ്ടിയാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസം ഉണ്ട് കേട്ടോ. എന്നിട്ട് ശവശരീരം അതിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് ആ സ്വരൂപം ഒന്ന് പറയും. അപ്പോഴാണ് മനസ്സിലാക്കി ഇങ്ങനത്തെ ഒരു സംവിധാനം അന്നുണ്ടായിരുന്നു. അതെന്താ മരുന്ന് അതിൽ ചേർത്തതെന്ന് നമുക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ എന്തൊക്കെ വിദ്യകൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയതുണ്ട്. എന്താ ഈ ചേർത്ത ഔഷധക്കൂട്ട് എന്ന് ഇഷ്ടം വെച്ചാൽ നമുക്ക് അതൊരു വലിയ വിവരമാണത്. എന്താണെന്ന് പറഞ്ഞിട്ടില്ല അത്. അപ്പം അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ, രാജകൊട്ടാരത്തിലെ സ്ത്രീകളൊക്കെ രാജാവിൻ്റെ സ്ഥിതി കണ്ടിട്ട് ഉറക്കെ കരയണ സമയത്ത് പറയുക വെച്ചാൽ അന്നത്തെ ആ ദിവസത്തിൻ്റെ സമ്പ്രദായം പറയും. അയോധ്യയുടെ കഥ എന്താണ്? നിശാ നക്ഷത്രഹീനേന സ്ത്രീവ ഭർത്തൃവിവർജിത പുരി നാരാജയതാരോ അയോധ്യ ഹീന രാജ്ഞാ മഹാത്മന. നക്ഷത്രങ്ങളും ചന്ദ്രനും ഇല്ലാത്ത രാത്രി പോലെ, ഭർത്താവില്ലാത്ത സ്ത്രീയെപ്പോലെ നോക്കൂ അയോധ്യ രാജാവില്ലാണ്ട് ഇപ്പം ശോഭ കെട്ടതായിട്ട് തീർന്നു എന്ന് പറയുക. എന്താല്ലേ ഇപ്പം രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ പത്തിയാണ്. ഭൂപത്തി. പത്തിച്ചാൽ
ഭർത്താവ് ഭൂമിയുടെ പതിയാണല്ലോ, ഭൂപതി. പതി പോയപ്പം ഭൂമി എന്തായി? വൈധവ്യം വന്ന മാതിരിയായിട്ട് തീർന്നു എന്നാ പറഞ്ഞത്. വലിയ കഷ്ടമായിട്ട് തീർന്നു. നരാശ്ച നാര്യശ്ച, പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും സംഘശ, കൂട്ടം കൂട്ടായിട്ടാണ് വന്നത്. എവിടേക്ക്? രാജാവ് മരിച്ചു എന്ന് കേട്ടിട്ട് വിഗ്രഹമാണ്. എല്ലാവരും എന്താ ചെയ്തത്? ഭരതസ്യ മാതരം, ഈ കൈകേയിയെ ദൂഷിച്ചും കൊണ്ടാ വന്നവർ വന്നു. അതിലിപ്പോൾ കൈകേയിയാണല്ലോ ഇപ്പോൾ ഇതിനൊക്കെ കാരണം. അല്ലാതെ രാജാവ് പെട്ടെന്ന് അങ്ങനെ വെറുതെ മരിച്ചതല്ലല്ലോ. ഈ വേവലാതി കൊണ്ടല്ലേ അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് ആ അയോധ്യ ഈ വിധത്തിൽ കലുഷായിട്ട് തീർന്നു എന്നാ പറയുക. രാമൻ പോയി ദുഃഖം കൊണ്ട് ദുരിതപ്പെട്ട് കിടക്കണ അയോധ്യയ്ക്ക് ഇപ്പം ഇടി വെട്ടിയവനെ എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഒരു ദുരിതത്തിൻ്റെ മുകളിൽ ഇരട്ടി ദുരിതം വന്നു കൂടുക എന്ന് പറയുന്നതിനുള്ള അങ്ങനെ പറയുക. അപ്പോൾ ഒരു ദുരിതം കഴിഞ്ഞും കൊണ്ടിരിക്കുകയായിരുന്നു. അതങ്ങനെ ആശ്വസിച്ച് വരുമ്പോഴാണ് അടുത്ത കാര്യം എന്തൊക്കെയായാലും രാമൻ കാട്ടിക്ക് പോവാൻ കാരണമായത് കൈകേയിയാണ്. കൈകേയി രാജാവിനെ വളച്ചു പിടിച്ചതാണെന്നൊക്കെ എല്ലാവർക്കും അറിയും. ചില രാജാവിനോട് ഉള്ളിൽ എല്ലാവർക്കും എന്തുണ്ട്? എന്താ വെച്ചാൽ കൈകേയി വിഷയം ഇന്നലെ മിനിയെന്നുണ്ടായതാണ്. അതിൻ്റെ മുമ്പും കുറേ കാലം രാജാവ് രാജ്യം ഭരിച്ചിട്ടുണ്ട്. അന്നൊന്നും രാജാവിനെ കൊണ്ടൊരു മോശമായ സമ്പ്രദായം പ്രജകൾക്ക് തോന്നിയിട്ടില്ല. രാജാവിനെക്കുറിച്ച് പറയാൻ ഇതിപ്പം ഭാര്യയും രാജാവിൻ്റെ, അത് രാജാവിൻ്റെ എന്താ പറയുക, അവരുടെ കുടുംബ പ്രശ്നമാണ്. അതിപ്പോൾ നമ്മളറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് രാജാവിനോട് വ്യക്തിപരമായിട്ട് ആർക്കും എന്തില്ല, അലോഹ്യം, ഒരു അനിഷ്ടം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു രാജാവിനെ പറ്റായ അല്ലെങ്കിൽ വെറുപ്പ്, ഇതൊന്നും ഇല്ല. ഇതും കൂടി കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ വിഷമായി. അപ്പോഴൊക്കെ രാജാവില്ലാത്തൊരു സ്ഥിതി വന്നപ്പോഴാണ് എന്താ ബുദ്ധിമുട്ടെന്നറിയൂ. രാജാവിൻ്റേതായ ക്രിയകൾ ചെയ്യാൻ ആരും ഇല്ലല്ലോ, മക്കളാരും ഇല്ല. എന്താ വെച്ചാൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കാം. പണ്ടൊക്കെ അങ്ങനെയില്ലേ ക്രമം. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു അധികാരി അദ്ദേഹത്തിന് ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തൊട്ടടുത്ത ആൾക്ക് എന്ത് കൊടുക്കും അല്ലേ? സ്കൂളിൽ ഹെഡ് മാഷ് ലീവാണെങ്കിൽ ഹെഡ് മാഷിൻ്റെ ചാർജ് ആർക്ക് കൊടുക്കും? തൊട്ടടുത്ത യോഗ്യനായ ഒരാൾക്ക്, അൺസൗകര്യപ്പെട്ട ഒരാൾക്ക് കൊടുക്കും. കോളേജിൽ പ്രിൻസിപ്പൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത ആൾ ആരാച്ചാൽ അതിന് പ്രാപ്തിയുള്ള ഒരാളുടെ കയ്യിൽ അതിൻ്റെ ചാർജ് എഴുതി കൊടുക്കും. അദ്ദേഹമാണ് അന്നത്തെ കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് എഴുതി അന്നത്തെ ചുമതലയൊക്കെ ആർക്കാണ്? അദ്ദേഹത്തിനാണ്. അദ്ദേഹം ചെയ്യും. ഇനിയിപ്പോൾ ഏതെങ്കിലും കാലത്ത് ഇനിയിപ്പം ഇത് ഇദ്ദേഹം പ്രിൻസിപ്പൾ അല്ലല്ലോ ചോദിച്ചാൽ എന്ത് പറയും? അന്നത്തെ ദിവസം അദ്ദേഹത്തിനായിരുന്നു എന്ത് കടലാസ് നോക്കി അറിയാലോ. അന്നത്തെ ദിവസം അദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട്? അവിടെ ഇരുന്ന പ്രിൻസിപ്പളിൻ്റെ എന്താണോ അധികാര അവകാശങ്ങളൊക്കെ ആർക്കുണ്ട്? പിറ്റേന്ന് അദ്ദേഹം അതാവില്ല. എന്നാൽ അന്നത്തെ ദിവസം അത് ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്. അപ്പം അന്ന് ഈ ഒരു വ്യവസ്ഥ പരിപാലിക്കാൻ രാജാവില്ല വെച്ചാൽ രാജാവിൻ്റെ മകനാണ് ആ സ്ഥാനം കൊടുക്കേണ്ടത്. ആ സ്ഥാനം കൊടുക്കാൻ മക്കളാരും 4 പേരും ഇല്ലായതുകൊണ്ട് വസിഷ്ഠരാണ് ആ സ്ഥാനം ഏറ്റെടുത്തത്. എന്തുകൊണ്ട് ചോദിച്ചാൽ പറയും, രാജാവ് ഇല്ലാതെ ആയാൽ എന്ത് വരും? ഇനി അവിടെ കുറച്ച് വിസ്തരിച്ച് എന്ത് പറയും? രാജാവ് ഇല്ലാത്തതിൻ്റെ ദുരിതം പറയും. എന്തൊക്കെയാ? നാരാജകേ, നാരാജകം, രാജാവില്ലാത്ത നാട്, അരാജകത്വം എന്ന് അതിന് പറയുക. എന്താ പറയുക? അരാജകത്വം. അരാജകത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ചില വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പം അരാജകത്വം എന്നൊക്കെ പറയുന്നു. അരാജകത്വം എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു നാഥനില്ലാത്തതായ സ്ഥിതി, ആർക്കും എന്തും എങ്ങനെയും ആവാം എന്നൊരവസ്ഥ വരുമ്പോൾ അതിൻ്റെ പേരാണ് എന്ത്? അരാജകത്വം. അപ്പം നമുക്കിപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെ കഴിച്ചു കൂട്ടുമ്പം ആർക്കും എന്തും എങ്ങനെയും ആവാം എന്നൊന്നുമില്ല. 1947 ബ്രിട്ടീഷുകാർ പോയപ്പോൾ നമുക്ക് മറ്റേ സാധനം കിട്ടിയതാണ്. ഇത് എന്താ പേര്? സ്വാതന്ത്ര്യം. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ നിങ്ങൾക്ക്, പിന്നെ എന്തിനാ മടിക്കണത്? തോന്നിയ മാതിരിയൊക്കെ ചെയ്തൂടെ ഓരോന്ന് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റുമോ? ഈ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ അവനവന് വായെ തോന്നിയത് പറയാനും അവനവന് മനസ്സിൽ തോന്നിയത് ചെയ്യാനുമുള്ള സംഗതിയല്ലല്ലോ. നമുക്കൊരു സംവിധാനമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്, ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയും കണ്ടും അത് തെറ്റാതെയും അതിനനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിനിയോഗിക്കുക. അതല്ലാതെ ദുസ്വാതന്ത്ര്യം കാണിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയല്ലേ പതിവ്? അപ്പം രാജാവ് ഇല്ലാണ്ട വന്നാൽ എന്താ ചോദിച്ചാൽ എല്ലാവരും എന്ത് ചെയ്യും? അധികാരം എടുക്കും. ഇപ്പം നമ്മൾ 2 പേര് നമ്മുടെ നാട്ടിൽ തർക്കം ഉണ്ടായാൽ, സ്വത്തിൻ്റെ കാര്യത്തിലോ വേറെ വസ്തുവിൻ്റെ കാര്യത്തിലോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ തർക്കം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? തല്ലി തീർക്കുക ചെയ്യുക. അതാണ് മര്യാദ. പരസ്പരം തല്ല് കൂടിയിട്ട് ആരാ തല്ലിൽ ജയിക്കുന്നത്? അവനത് ജയിച്ചു, അവനാണത് എന്ന് പറഞ്ഞ് തീർക്കുമോ? അത് കൊമ്പനാനയും കൂറ്റന്മാർ, കാളക്കൂറ്റന്മാരൊക്കെയാണ് അത് ചെയ്യുക. മനുഷ്യന്മാർക്കത് പാടില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? തർക്കം വരുമ്പം നമ്മളതിൻ്റെ നിയമവശം പരിശോധിച്ചിട്ട് കോടതി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനോ എവിടെ വെച്ചാൽ പരാതി കൊടുത്തിട്ട് പരിഹാരം കാണും. അതാണ് അതിൻ്റെ മര്യാദ. അല്ലാതെ ഓരോരുത്തരും ഓരോ തർക്കത്തിന് തല്ലി തുടങ്ങിയാൽ പിന്നെ തല്ലിനല്ലേ നേരം ഉണ്ടാവുള്ളൂ.
രാജ്യത്ത് വല്ല നിയമവാഴ്ച ഇല്ലാത്തൊരു സ്ഥിതി വരില്ലേ? അത് പാടില്ല. അതുകൊണ്ട് അവിടെ പറയാ നാരാജകേ ജനപദേ സ്വകം ഭവതി കസ്യചിൽ. രാജാവില്ലാത്ത നാട്ടിൽ ആർക്കും സ്വന്തമായിട്ടൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം? ഇതെൻ്റേതാന്ന് പറയാൻ പറ്റില്ലേ? ശക്തൻ വന്ന് അവൻ്റേതാക്കും. അപ്പോൾ നമ്മുടേതല്ലാണ്ടേ പോവും. രാജാക്കന്മാരില്ലാത്തൊരു നാട്ടിൽ. അതുകൊണ്ടല്ലേ നമ്മൾ പറയാറില്ലേ, ചില ദിക്കിൽ അക്രമങ്ങളും പല ജാതി ദുഷ്ടതകളും ഉണ്ടാവുമ്പം ആളുകൾ കെട്ടും മാറാപ്പൊക്കെ ആയിട്ട് പോവുക, പല ദിക്കിലേക്കും പോവുക, ജീവിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതി വരിക. എന്താ കാരണം? ഇപ്പം നമ്മൾ അനവധി കാലമായിട്ട് പെറ്റ് വളർന്ന് നമ്മുടെ ഭൂമി, നമ്മുടെ വസ്തു, നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ ചുറ്റുപാട് എന്ന് പറഞ്ഞൊരു ശീലത്തിൽ ജീവിച്ചു തലമുറകളായിട്ട് ജീവിച്ചു വരുന്നൊരു സ്ഥിതിയിൽ ഒരു ദിവസം അക്രമം ഉണ്ടായിട്ട് നമ്മളെയൊക്കെ അവിടുന്ന് ഓടിച്ച് കൊണ്ടുപോയിട്ട് നമ്മളൊന്നുമില്ലാതെ ഉടുത്ത മുണ്ടും ആയിട്ട് ഓടിപ്പോയി ഏതെങ്കിലും ദിക്കിലെ കാട്ടിലോ വല്ല ഗുഹയിലോ വല്ല ദിക്കിലോ അരിച്ച് വലിച്ച് കയറി കിട്ടിയത് എന്തെങ്കിലും തിന്നാനൊന്നും ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നരകിച്ചിരിക്കുമ്പം ആ ഇരിക്കണവർക്ക് ഇവിടെ ഒരു ഭരണ സംവിധാനം എന്ന് പറഞ്ഞ സംവിധാനത്തിൻ്റെ ഉപകാരം ഉണ്ടോ ഇല്ലേ? പ്രസ്താവന ഇങ്ങനെ വിലങ്ങനെയും കുത്തനെ ഇറക്കിയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഭരിക്കണവർ അത് എന്ത് ചെയ്യണം? നിവൃത്തി ഉണ്ടാക്കണം. അതാണ് എന്ത് നിയമവാഴ്ച എന്ന് പറയും. നിയമം അതിൻ്റെ ശക്തിയോടുകൂടി വാഴണമെന്ന്. അപ്പം ഈ നിയമവാഴ്ച ഇല്ലാണ്ടേ ആവുമ്പം ഓരോരുത്തരും എന്ത് ചെയ്യും? നിയമം കയ്യിലെടുക്കും. അങ്ങനെ വരുമ്പം മത്സ്യ ഇവ നരാ നിത്യം ഭക്ഷയന്തി പരസ്പരം. മത്സ്യങ്ങളെ പോലെ പരസ്പരം ഭക്ഷയന്തി എന്ന് വെച്ചാൽ അർത്ഥം മത്സ്യങ്ങൾ നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടത്. വലിയ മത്സ്യത്തിന് ചെറിയ മത്സ്യം ഭക്ഷണാവും. ഈ വലിയ മത്സ്യത്തിന് അതിനേക്കാളും വലിയ മത്സ്യം ഭക്ഷണാവും. ഇങ്ങനെ കയ്യൂക്കുള്ളോൻ എന്ന മട്ടിലായിട്ട് തീരും. ഇതിൻ്റെ പേരാണ് അരാജകത്വം. വലിയ അവ്യവസ്ഥിതി. അത് വല്ലാത്തൊരു വിഷമം പിടിച്ച് നമ്മളൊക്കെ ഈ ഭാരതത്തിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കൃത്യമായ സമ്പ്രദായത്തിൽ നമ്മുടെ നാട് മുമ്പിലേക്ക് പോകുകൊണ്ടാണ്. ചുറ്റും നോക്കിയാൽ കാണാം, എങ്ങടെ നമ്മുടെ അയലോക്കത്തേക്കൊക്കെ നോക്കിയാൽ കാണാം അവിടെയൊക്കെ എന്താ നടക്കണത് എന്ന്. ആളുകൾ എങ്ങനെയാണ് പത്രത്തിൽ വായിക്കേണ്ടേ ദിവസവും, ശരിയല്ലേ ഇത്? എന്നിട്ട് നമ്മൾ നേരെ ജീവിക്കുന്നത് കാണാൻ പറ്റായോണ്ട് അവിടുന്ന് ഇങ്ങോട്ട് എന്തിനു വരും? കുത്തിത്തിരിപ്പിന് വരും. ഉരി കൊടുത്ത് പറ വാങ്ങും, എന്നിട്ട് നിലവിളിക്കുകയും ചെയ്യും. ശരിയല്ലേ ഇത്? ചെറുത് കൊടുത്ത് വലുത് വാങ്ങിയിട്ട് പിന്നെ നിലവിളിക്കുക. അയ്യോ ഞങ്ങൾ നിലവിളിക്കുക ഞങ്ങളെന്നും പറഞ്ഞിട്ട് കയ്യിലിരിപ്പ് മഹാമോശ. ശരിയല്ലേ ഇത്? ഇങ്ങനത്തെ ഒരു ദുർവ്യവസ്ഥ ലോകത്തിൽ വന്നുകൂടും. ഭാരതത്തിൽ ആ വ്യവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ കാരണം നല്ല മട്ടിൽ നമ്മൾ കുട്ടിയും കുടുംബം സ്വത്തും അവനവൻ്റേതും ആയിട്ട് ജീവിച്ച് നല്ല മട്ടിൽ പോവാൻ കാരണം അങ്ങനെയുള്ളൊരു സംവിധാനം ഭാരതത്തിൽ നിലനിന്ന് പോകുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കതിൻ്റെ മഹിമ മനസ്സിലാവില്ല. വേറെ വല്ല കഷ്ടത്തിലും ചെന്ന് ചാടിയാലേ എന്ത് മനസ്സിലാവുള്ളൂ? ഇവിടുത്തെ മഹിമ മനസ്സിലാവുള്ളൂ. ഇത് ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഈ രാജാവില്ലാത്ത കഷ്ടം വന്ന സമയത്ത് എന്തു ചെയ്യും വെച്ചാൽ വസിഷ്ഠർ തൽക്കാലം വസിഷ്ഠർക്ക് രാജ്യം ഭരിക്കാനൊന്നും ഇഷ്ടമില്ല, അതിനുള്ള താല്പര്യവുമില്ല, അതിന് അദ്ദേഹത്തിന് മോഹവുമില്ല. പക്ഷേ ചെയ്യാണ്ട വയ്യ. എന്താ കാരണം? ആരും ഇല്ല ഇത് കൊണ്ടാടാനേ കൊണ്ട് നടക്കാൻ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക ചോദിച്ചാൽ നമുക്ക് ഇനിയിപ്പം ഒന്നും ചിന്തിക്കാൻ, ഇനി വസിഷ്ഠരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. വസിഷ്ഠർ എന്ത് പറഞ്ഞു? ഇനി ഇത് ചിന്തിക്കാൻ നിവൃത്തിയിലെ മന്ത്രിമാരോട് കൂടിയിട്ട് അദ്ദേഹം മന്ത്രിമാരെയൊക്കെ വിളിച്ചിരുത്തി വേണ്ട മാതിരി വിദ്വാൻമാരെയൊക്കെ വിളിച്ചിരുത്തി ആര് ചർച്ച ചെയ്തു? വസിഷ്ഠരൊന്നും തന്നെ ഇഷ്ടം പോലെ ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ. അതും ചിന്തിക്കൂ. വസിഷ്ഠരുടെ കയ്യിലാണ് രാജ്യത്തിൻ്റെ ചുമതല ഇപ്പം ഇരിക്കണതെങ്കിലും അദ്ദേഹത്തിന് തോന്നിയ മാതിരി അധികാരം കയ്യിൽ കിട്ടിയെന്ന് വിചാരിച്ച് ഒന്നും അദ്ദേഹം എന്ത് ചെയ്യണില്ല. ഒരു കാര്യത്തിൽ അദ്ദേഹം എടുത്തു കയറിയൊന്നും ചെയ്യില്ല. മന്ത്രിമാരെ വിളിച്ചിരുത്തിയിട്ട് അദ്ദേഹം ചർച്ച ചെയ്തു. നമുക്കിനി എന്തൊക്കെ ചെയ്യാം? പുരോഹിതന്മാരെ വിളിച്ചിരുത്തി. മാത്രമല്ല അദ്ദേഹത്തിന് അന്ന് ആ നാട്ടിലെ വിദ്വാൻമാരായ സഭാവാസികളായ ശാസ്ത്രവിദ്വാൻമാരായ പണ്ഡിതന്മാരുണ്ടാവും, അവരെയും വിളിച്ചിരുത്തി ചോദിച്ചു വസിഷ്ഠര്. അവരുടെയൊക്കെ തേഷാം തു വചനം നോക്കൂ, തേഷാം തദ്വചനം ശ്രുത്വാ വസിഷ്ഠ പ്രത്യുവാച. മന്ത്രിമാരുടെയും വിദ്വാൻമാരായ ബ്രാഹ്മണരുടെയും പണ്ഡിതന്മാരുടെയും വാക്ക് കേട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മിത്രാമാത്യഗണാൻ സർവാൻ ബ്രാഹ്മണാനാം നോക്കൂ, മിത്രങ്ങൾ രാജാവിൻ്റെ വേണ്ടപ്പെട്ടവർ, മന്ത്രിമാർ, പിന്നെ മന്ത്രിമാരുടെ കൂടെയുള്ളവരെ പരിജനങ്ങൾ, പ്രകൃതികൾ എന്ന് അതിന് പറയുക. എന്താണ് പ്രകൃതി? രാജാവിൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞ അർത്ഥം രാജാവിൻ്റെ മന്ത്രിമാർ, പടത്തലവന്മാർ, അതുപോലെ രാജാവിൻ്റെ പ്രധാന കാര്യക്കാർ, ഇവരെല്ലാവരും കൂടി ചേർന്ന സമൂഹത്തിനാണ് എന്ത് പറയുക? പ്രകൃതി. ഈ പ്രകൃതികളെല്ലാവരും വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു എന്ത് ചെയ്യണം? അപ്പോഴേക്ക് എല്ലാവരും പറഞ്ഞു നമുക്കിനി ചെയ്യാവുന്നത് എന്താ ചോദിച്ചാൽ പെട്ടെന്ന് ആരെ വരുത്തണം? പുത്രന്മാരെ
ആരെങ്കിലും വരുത്തണം. ഇപ്പം ഈ സ്ഥിതിയിൽ, ഇവിടുത്തെ സ്ഥിതിയിൽ ഇപ്പം രാമൻ കാട്ടിക്ക് പോയത് അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ പോയി. ഭരതൻ്റെ കയ്യിലേക്കാണ് ഇപ്പം അധികാരം പോവാനാക്കി വെച്ചിട്ടുള്ളത്. രാജാവ് അതിനെതിരെ പറഞ്ഞിട്ടുമില്ല, കൈകൈ അത് ചോദിച്ചു വാങ്ങിയിട്ടുമുണ്ട്. രാമനാണെങ്കിൽ അത് അനുവദിച്ച് കാട്ടിലേക്ക് പോയിട്ടുമുണ്ട്. അപ്പം ഇനിയിപ്പോൾ ആരാണ് അധികാരിയായിട്ട് വരേണ്ടത്? ഇവിടുത്തെ സമ്പ്രദായം വെച്ച് നോക്കുമ്പം ഭരതനാണല്ലോ അവകാശം. അപ്പം ഭരതനെ കൊണ്ടുവരാനായിട്ട് നോക്കൂ, എന്ത് വേണം? യഥസൗ മാതുലകുലേ പുരേ രാജഗൃഹേ സുഖി. അമ്മാവൻ്റെ കുടുംബത്തെ രാജകൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയുന്ന ഉണ്ണിയില്ലേ, ആര്? ഭരതോ വസതി. ഭരതൻ താമസിക്കണോ? ആ ഭരതനെ എന്ത് ചെയ്യണം? തച്ചേഖരം ജവനാദൂതാഗച്ഛന്തു ത്വരിതം ഹയൈഹി. അതുകൊണ്ട് അതിവേഗതയുള്ള കുതിരകളെ ആശ്രയിച്ചിട്ട്, നല്ല വേഗതയുള്ള തേരിലല്ല കേട്ടോ, എന്താണ് വലിയ തേരിൽ പോയിക്കോളും. എന്താ വെച്ചാൽ തേര ഓടിയെത്താൻ സമയമെടുക്കും. ഒറ്റ കുതിരയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാറിലൊക്കെ ഒരു ദിക്കിക്ക് പോയി തിരിച്ചു വരാൻ സമയമെടുക്കും. ഒരു മോട്ടോർ സൈക്കിളിലാണെങ്കിലോ പഴുതിക്കൂടി നോക്കി പോയി കാര്യം നടത്തി കുറച്ചും കൂടി വലിയ തടസ്സത്തിലൊന്നും ചെന്ന് ചാടാതെ ചെറിയ പഴുത് കണ്ട ആദ്യമൊക്കെ പോയി എങ്ങോട്ട് എത്താൻ മുമ്പിക്കും. കാറാകുമ്പോൾ അതിൻ്റെ വീതിയും വിസ്താരമൊക്കെ നോക്കിയിട്ട് തട്ടിയും മുട്ടിയും പോവാതെ കൊണ്ടുപോകാൻ പാടാണേ. അപ്പോൾ കുറച്ച് വലിയ വണ്ടി വല്ല ബസ്സൊക്കെ വെച്ചാലോ അതിലേറെ പാടാണ്. വലിപ്പം കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? കൊണ്ടുപോരാനല്ലേ സൗകര്യം കുറയും. അപ്പോൾ തേരിലല്ല പോയത്. ജവനാഹ, അത് അത്യന്തം വേഗതയുള്ള കുതിരയുടെ പുറത്ത് കയറിയിട്ട് അവരെന്ത് ചെയ്യട്ടെ? തച്ചീഖ്രം ജവനാദൂതാഹ, അതിവേഗതയുള്ള കുതിരപ്പുറത്ത് കയറിയിട്ട് ദൂതന്മാരെ എവിടേക്ക് പോട്ടെ? കേകയത്തിലേക്ക് പോട്ടെ എന്ന് കൽപ്പിച്ചു. ഗച്ഛന്തു ഇതി തത സർവേ വസിഷ്ഠം വാക്യമബ്രുവൻ. അവരെന്ത് ചെയ്തു? എല്ലാവരും വസിഷ്ഠരാണ് കൽപ്പന കൊടുക്കണത്. രാജകൽപ്പനയാണല്ലോ. വസിഷ്ഠരെ കൊടുത്തു. എല്ലാവരെയൊക്കെ വിളിച്ചത് ഏഹി വരൂ. കുറച്ച് പേരെ വിളിച്ചു. പോവാനുള്ളവരാരൊക്കെയാന്ന് പറയും. ഏഹി സിദ്ധാർത്ഥ വിജയ ജയന്ത അശോക നന്ദന ശ്രൂയതാമിതി. ഇവരാ പോയത്. ആരൊക്കെയാ പോയത്? ദൂതന്മാരായിട്ട് പോയവരാരൊക്കെയാണെന്നറിയോ? സിദ്ധാർത്ഥൻ, വിജയൻ, ജയന്തൻ, അശോകൻ, പിന്നെ നന്ദനൻ. ഈ 5 പേരെ എന്ത് ചെയ്തു? ശ്രൂയതാമിതി. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. കർത്തവ്യം, ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. എന്ത് ചെയ്യുക? വേഗം ഇവിടുന്ന് ധൃതിയിൽ പോകണം. എവിടെയും നിങ്ങൾ വിശ്രമിച്ച് സമയം കളയരുത്. കേകയ രാജ്യത്ത് ചെന്നിട്ട് ആദ്യം എന്ത് ചെയ്യണം? പുരോഹിതസ്ത്വാ കുശലം പ്രാഹ സർവേ മന്ത്രിണ. പറയണം, പുരോഹിതന്മാരെ കുശലം ചോദിക്കണം. അച്ഛൻ ചോദിക്കണമെന്ന് പറയാൻ വയ്യല്ലോ, അച്ഛനില്ലല്ലോ. പുരോഹിതനാണ് വസിഷ്ഠരെ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. പുരോഹിതരെ കുശലം ചോദിക്കണമെന്ന് പറയണം. തുരമാണശ്ച നിര്യാഹി. എന്ത് ചെയ്യണം? ധൃതിയിൽ പോകണം. നിന്ന് വിശ്രമിച്ച് പോവരുത്. വിനോദയാത്ര പോകും പോലെ പോവരുത്. എന്ത് ചെയ്യണം? ധൃതിയിൽ പോകണം. എന്താ ചെയ്യുക? നോക്കൂ, കൃത്യം പെട്ടെന്ന് പോയി കാര്യം നടത്തി തിരിച്ചു പോരണം. മാച്ചസ്മൈ പ്രോഷിതം രാമം. ഇതൊന്നും പറയരുത്, ചില കാര്യങ്ങൾ പറയരുത്. എന്താ പറയാൻ പാടില്ലാത്ത അവിടെ ചെന്നത്? മാച്ചസ്മൈ പ്രോഷിതം രാമം. രാമൻ കാട്ടിക്ക് പോയി എന്ന് പറയരുത്. അതോടെ പറയാൻ പാടില്ല. മാച്ചസ്മൈ പിതരം മൃതം. അച്ഛൻ മരിച്ച കാര്യം പറയരുത്. ആരോട്? ഭരത്. ഈ 2 കാര്യം മറച്ചു പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്തോളൂ? ഭവന്ത ശംസിഷുർഗത്വ രാഘവാണ. എന്നിട്ട് ആശംസയൊക്കെ പറഞ്ഞ് ചെല്ലണം. ഇത് 2 മിണ്ടരുത്. എന്ത് ചോദിച്ചാലും എന്ത് മിണ്ടരുത്? അച്ഛൻ മരിച്ചു എന്നും പറയരുത്, രാമൻ കാട്ടിക്ക് പോയി. എന്താല്ലേ വസിഷ്ഠർ മഹാകേമന. കാര്യങ്ങളൊക്കെ ചില സംഗതികളൊക്കെ വേണം. ഇത് പറയാതെ കൊണ്ടുവരണം. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ? കൗശേയാനിച്ച വസ്ത്രാണി ഭൂഷണാനി വരാനിച്ച ക്ഷിപ്രമാതായ. പട്ട്, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ എടുത്തോളൂ. അതെന്തിനാ ചോദിച്ചാലേ, ഒരു രാജാവിൻ്റെ കൊട്ടാരത്തേക്ക് വേറെ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തു നിന്ന് ഒരു ദൂതൻ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആള് പോകുമ്പം എന്ത് കൊണ്ടുപോകണം? പരസ്പര ബഹുമാനത്തിന് സമ്മാനം കൊണ്ടുപോകും. ഇപ്പം നമ്മുടെ നാട്ടിലെ മന്ത്രിച്ച പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ വേറൊരു വിദേശ രാജ്യത്ത് പോകുമ്പം അവരെന്ത് ചെയ്യും? അവിടെ ചെന്നാൽ അവരുടെ സമ്പ്രദായത്തിൽ എന്തെങ്കിലും സമ്മാനം കൊടുക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഉത്തരേന്ത്യയിലത്തെ വലിയ മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാരപ്പെട്ട ആളോ വിദേശത്തുനിന്ന് വന്ന അധികാരപ്പെട്ട ആളോ നമ്മുടെ നാട് കാണാൻ വരുമ്പം നമ്മുടെ നാട്ടിൽ അധികാരപ്പെട്ട അദ്ദേഹത്തിന് എന്ത് കൊടുക്കും? വല്ല വാൽക്കണ്ണാടിയോ അല്ലെങ്കിൽ ഇവിടെ മാത്രം കിട്ടുന്ന സാധനമാണ് അത്, വാൽക്കണ്ണാടിയോ അല്ല വേറെ ഇവിടെ മാത്രമുള്ള എന്തെങ്കിലും വിശേഷപ്പെട്ട വസ്തു ഭംഗിയുള്ളത് സമ്മാനമായിട്ട് കൊടുക്കും. അപ്പം അദ്ദേഹം അത് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കുടുംബത്തിലെ ഔദ്യോഗിക വസതിയിൽ എന്ത് വയ്ക്കും? ഓരോ നാടിൻ്റെ പ്രതീകമായിട്ട് വിദേശ രാജ്യങ്ങളിൽ അതിങ്ങനെ നിൽക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും ഇത് ഇങ്ങനെ ഭാരതത്തിൽ നിന്ന് വരുമ്പം അത് അവിടുത്തെ എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ എന്ത് വരും? അങ്ങനെയൊക്കെ ഒരു ശൈലി ഇന്നില്ലേ? അപ്പം അതുപോലെ പണ്ടും ഉണ്ട്. എന്ത്? നമ്മളൊരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ സമ്മാനപ്പെട്ട വസ്ത്രങ്ങൾ, രത്നങ്ങൾ, അതുപോലെ ഉള്ള വിശേഷമായ വസ്തുക്കളൊക്കെ ഉണ്ട്. ഇതാണ് എന്തെടുത്തു? കൗശേയം എന്ന പട്ടുകളാണ്.
പട്ട്, കൗശേയം പട്ട്, ഈ പട്ട് വസ്ത്രങ്ങളൊക്കെ എടുത്തോളൂ ധാരാളം. പിന്നെ വസ്ത്രാണി ഭൂഷണാനി, ആഭരണങ്ങളൊക്കെ വിശേഷപ്പെട്ടതൊക്കെ എടുത്തോളൂ. ക്ഷിപ്രമാദായ എടുക്കണം. ആർക്കൊക്കെ ഉള്ളത്? രാജ്ഞശ്ച ഭരതസ്യച്ച, രാജാവിനുള്ളത് എടുത്തോളൂ, ഭരതനും. ആരാ രാജാവ്? രാജാവ് കേകയത്ത രാജാവ്, അശ്വപതി എന്ന് പറയും, കൈകേയിയുടെ അച്ഛൻ. കൈകേയിയുടെ അച്ഛന് ചിലപ്പം പ്രായമായിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് രാജാവ് എന്ന് പറഞ്ഞാൽ ആരും കൂടി ആവും? അമ്മാവനും കൂടി. അമ്മാവൻ ചില കൈകേയിയുടെ സഹോദരൻ യുധാജിത്ത്, അച്ഛൻ അമ്മാവൻ, ഇവർക്കൊക്കെ ഉള്ളത് കണക്കാക്കിക്കോളൂ. ദത്ത പഥ്യാശനാദൂത ജഗ്മുസ്വം നിവേശനം. ഈ കൽപ്പന കിട്ടി അവരെന്ത് ചെയ്തു? ഈ ദൂതന്മാർ സ്വം നിവേശനം, അവരവരുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. എൻ്റെ വീട്ടിലേക്ക് ദൂതന്മാർ അവരുടെ വീട്ടിലേക്ക്, അവരുടെ ഔദ്യോഗിക വസതി ഉണ്ടാവില്ലേ, അവിടേക്ക് പോയിട്ട് കേകയത്തേക്ക് പോവാൻ വേണ്ട ഒരുക്കങ്ങൾ പെട്ടെന്ന് പോയി ഒക്കെ മാറ്റി കൊടുത്ത് വസ്ത്രം, അതായത് ഈ സമ്പ്രദായത്തിന് വേണ്ട വസ്ത്രങ്ങളൊക്കെ ധരിക്കേണ്ടേ ഔദ്യോഗിക. ഒരു പോലീസുകാരൻ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കും. പെട്ടെന്ന് ഒരു മേലുദ്യോഗസ്ഥൻ വിളിച്ചു, പെട്ടെന്ന് കാര്യത്തിൽ വരാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹം വേഗം അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് യൂണിഫോമൊക്കെ വാരി ചിറ്റിട്ട് തൊപ്പിയൊക്കെ എടുത്ത് വടിയും കെട്ടിട്ട് വെച്ച് അദ്ദേഹം എവിടേക്ക് വരും? അങ്ങനെയല്ലേ പട്ടാളക്കാരനാണെങ്കിലും അങ്ങനെ ജാഗ്രത ഉണ്ടാവും അവർക്കൊക്കെ, വലിയ ജാഗ്രത. ഔദ്യോഗികമായ വിഷയങ്ങളിൽ നല്ല ജാഗ്രത ഉണ്ടാവും. പെട്ടെന്ന് ഓടിച്ചാടി അവരവരുടെ, അതുപോലെ ഈ ദൂതന്മാർ അവരുടെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിനായിട്ട് ഓടി വേഗം ധൃതിയിൽ വന്നു. തത പ്രസ്ഥാനികം കൃത്വ കാര്യശേഷം അനന്തരം വസിഷ്ഠേന അഭ്യനുജ്ഞാത ദൂത സംതുരിതായേയു. എന്നിട്ട് അവർ തിരിച്ചു വന്ന് വസിഷ്ഠരെ കണ്ട് തൊഴുത് വിവരങ്ങളൊക്കെ വാങ്ങി വേണ്ട സംവിധാനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ത്വരിതം ചെയ്യൂ, പെട്ടെന്ന് പോയി അവരെന്നാണ് പറഞ്ഞത്. എന്തല്ല ജാഗ്രത അല്ലേ? ഈ ഭരണ സംവിധാനമൊക്കെ നമ്മൾ പണ്ടത്തേതാണെങ്കിലും ചിന്തിച്ചു നോക്കുമ്പം കാര്യങ്ങളിപ്പോൾ അന്ന് കുതിരപ്പുറത്ത് പോയി, ഇന്ന് വേറെ വല്ല വണ്ടിയിലും പോകണമെന്നേ ഉള്ളൂ. സംഗതിയൊക്കെ ആ സംവിധാനത്തിൻ്റെ പ്രത്യേകത ചിന്തിച്ചു നോക്കൂ. അവർ പോയി, അപ്പം അവരിങ്ങനെ പോവുകയാണേ. എവിടെയൊക്കെ പോയി എന്നറിയോ? അവർ പോണ വഴി ഒന്ന് പറയട്ടെ, വെറുതെ നമുക്കൊന്ന് ആ പോയ വഴി എവിടേക്കാന്ന് അറിയാനാണ്. അവരവിടുന്ന് വേഗം പോയി. ദൂതന്മാരെ കേകയ രാജ്യത്തേക്കല്ലേ പോണത്. കേകയത്തേക്ക് പോണ അവർ വേഗം പുറപ്പെട്ടിട്ട് എത്തിപ്പെട്ടത് അപരതാലം എന്ന് പറഞ്ഞൊരു പർവ്വതത്തിൻ്റെ അടുത്തെത്തി. അപരതാലം, ഈ അപരതാലം പർവ്വതത്തിൻ്റെ സമീപത്തിൽ കൂടി പോയിട്ട് അവർ ഓടിപ്പൊഞ്ഞെത്തിയ പ്രലംബം എന്ന് പറഞ്ഞൊരു പർവ്വതത്തിലെത്തി. ഈ പ്രലംബത്തിൻ്റെ വടക്ക് ഭാഗത്ത് കൂടി അങ്ങോട്ട് വടക്കോട്ട് ഒഴുകണ മാലിനി എന്നൊരു പുഴയുണ്ട്. ആ മാലിനി കടന്നു. മാലിനി കടന്നിട്ട് അവരെ പോയത് പിന്നെ എങ്ങടാന്നറിയോ? നേരെ പടിഞ്ഞാട്ട് പോയി ഹസ്തിനാപുരത്തെത്തി. ഹസ്തിനാപുരത്ത് നിന്ന് ഗംഗാനദി കടന്നിട്ട് പാഞ്ചാല ദേശത്തെത്തി. പാഞ്ചാല ദേശത്ത് നിന്ന് അവിടുന്ന് വീണ്ടും പോയി കുരുജാങ്കലം എന്ന് പറഞ്ഞ ദേശത്തെത്തിയിട്ട് വീണ്ടും യാത്ര ചെയ്തു. അങ്ങനെ വെള്ളങ്ങൾ കെട്ടിക്കിടക്കുന്ന തടാകങ്ങളും പൊയ്കകളും കാടുകളും ശുദ്ധമായ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളും പുഴകളും കണ്ട് അവരെവിടെ എത്തി? നല്ല കാര്യഗൗരവത്തോടു കൂടിയിട്ട് യാത്ര ചെയ്തു പോയി എന്നാണ്. അങ്ങനെ നല്ല ഈ പ്രകൃതിയുടെ ഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ കണ്ട് അവർ പോയി ശരദണ്ഡം എന്ന് പറഞ്ഞതായ ഒരു ദിക്കിലൊരു പുഴയുടെ കരയിലെത്തി. ശരദണ്ഡ പുഴ. ഈ ശരദണ്ഡ പുഴയുടെ കരയിൽ നിന്ന് അവിടുന്ന് വീണ്ടും പോയത് അവർ യാത്ര ചെയ്ത് പോയിട്ട് എത്തിയത് കലിംഗം എന്ന് പറഞ്ഞ പട്ടണത്തിലെത്തി. ഈ കലിംഗത്തിലെത്തിയിട്ട് അവരവിടുന്ന് നിന്ന് വിശ്രമിക്കാനൊന്നും നിൽക്കണില്ല എവിടെയും. വേഗം ഇങ്ങനെ പോവുകയാണേ. അവർ പോന്ന് കലിംഗത്തിൽ നിന്ന് അവർ ബോധിഭവനം എന്ന ഗ്രാമത്തിൽ വഴിയായിട്ട് ആ ഗ്രാമത്തിൽ കൂടി ഇറങ്ങിയിട്ട് അഭികാളം എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ചെന്നു. ഈ അഭികാലത്തിൽ ഇവിടെയാണ് എന്തുണ്ടായത്? ഈ ഇക്ഷുമതി എന്ന് പറഞ്ഞൊരു പുഴയുണ്ട്, ഇക്ഷുമതി. ആ പുഴയും അവർ കടന്നു. അഭികാളം വഴി പോന്ന് ഇക്ഷുമതി പുഴയും കടന്ന് പോന്നിട്ട് പിന്നീട് ഒരു കൈക്കൊടന്ന വെള്ളം മാത്രം കുടിച്ച് ജീവിക്കണേ വലിയ വേദജ്ഞന്മാരായ മഹർഷിമാരുണ്ട്, ബ്രാഹ്മണരൊക്കെ താമസിക്കണേ ആ ദേശങ്ങളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ വിശിഷ്ടമായ രീതിയിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് അവർ കുതിരപ്പുറത്ത് ഇങ്ങനെ പറന്നു പോവുകയാണേ. പറന്നു പോയിട്ട് ബാലിഹീക രാജ്യത്തിൻ്റെ നടുക്കിൽ കൂടി പോയി അവിടെ എത്തി സുധാമ പർവ്വതത്തിൽ എത്തിപ്പെട്ടു. ഒരു സ്ഥലമാണ്, ഇതൊക്കെ സ്ഥലങ്ങളാണ് പോയ വഴി. ഈ സുധാമ പർവ്വതത്തിൽ അവരെന്താ ചെയ്തു വെച്ചാൽ അവിടുന്ന് പോന്ന് അങ്ങനെ വലിയ കേമായ സ്ഥലങ്ങളൊക്കെ കണ്ടു പോന്ന് ഒടുക്കം അവരെത്തിയത് യാത്ര ചെയ്ത് കുതിരകളൊക്കെ അപ്പോഴേക്ക് വല്ലാതെ ക്ഷീണിച്ചു. ഈ ഇത്രയും നീക്കാണ്ട് ഓടിപ്പോരല്ലേ. അങ്ങനെ കേകയ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഗിരിവ്രജം എന്ന് പറഞ്ഞ ഉത്തമമായ നഗരത്തിൽ അവരെത്തിപ്പെട്ടു എന്നാ പറഞ്ഞത്. അങ്ങനെ അവരെന്ത് ചെയ്തു? വസിഷ്ഠ മഹർഷി പറഞ്ഞ പ്രകാരത്തിൽ അവരെവിടെയും തങ്ങിയില്ല, നിന്നില്ല, ധൃതിയിലാണ് പോകുന്നത്. അത്യന്തം വേഗത്തിലാണ് പോകുന്നത്. പോന്ന് ഈ ദൂതന്മാര് രാത്രിയാണ് എവിടെ എത്തിയത്? കേകയ രാജ്യത്ത് എത്തിപ്പെട്ടത് രാത്രിയാണ്. കേകയത്ത് രാത്രി എത്തപ്പെട്ട സമയത്ത് ഇവർ രാത്രി കേകയം എന്ന് പറഞ്ഞ രാജ്യത്തെത്തി. കൊട്ടാരത്തിലല്ല കേട്ടോ, കേകയ രാജ്യത്ത് ഒരു വന്ന് കയറിയ സമയത്ത് അന്ന് ആ ദൂതന്മാർ ഈ നഗരത്തേക്ക് കയറി വന്ന അന്ന് രാത്രി നമ്മുടെ ഈ ഭരതൻ ഉറങ്ങണ സമയത്ത് ഒരു സ്വപ്നം കണ്ടു.
കലശലായ ഒരു സ്വപ്ന കണ്ടത്. എന്താണെന്നറിയോ? അങ്ങനെ സ്വപ്നം കണ്ടോ? അദ്ദേഹം കണ്ടത് എന്താണെന്നറിയോ? ഏതാണ്ട് നേരം വെളിച്ചാവാൻ കാലത്താ സ്വപ്നം, ഈ വെളിച്ചായി ഉണരണ കാലത്താ കണ്ടതേ. കണ്ട സ്വപ്നം എന്താണെന്നാണെങ്കിൽ വല്ലാതെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു ദുസ്വപ്നാണ് കണ്ടത്. അത് പറയും, ഒരു സുഖമില്ലാതെ മനസ്സിങ്ങനെ വേവലാതിപ്പെട്ട് ഈ ഭരതൻ ആ സ്വപ്നം കണ്ടതിൻ്റെ ശേഷം മനസ്സിനൊരു സുഖമില്ലേണ്ടേ. ഒന്നുമില്ല, വിഷമിക്കാനൊന്നും അവിടെ ഇല്ല. അച്ഛൻ ഇവിടെ ഇപ്പം എന്താ പറയുക, അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ സന്തോഷമായിട്ടിരിക്കട്ടെ. ഇവിടെ മുത്തശ്ശനും അമ്മാവനും അങ്ങനെയുള്ള അവനവൻ്റെ ആൾക്കാരൊക്കെ നല്ലോണം ഇരിക്കട്ടെ. ദുഃഖിക്കേണ്ട ഒരു കാര്യം കേകയത്തിലിരിക്കുന്ന ഭരതൻ അന്ന് അവിടെ ഒന്നും